നമ്മുടെ നിയമസഭ ഇന്ന് അസാധാരണമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഷഹബാസിൻ്റെ കൊലപാതകം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപം പ്രതിപക്ഷം കൊണ്ടുവന്നു. സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നൽകി. കുട്ടികളിലെ അക്രമ പ്രവണത തടയാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപക്ഷേപം അവതരിപ്പിച്ചു. ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുത്താൽ സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് ചർച്ചയിൽ അവസാനം പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറഞ്ഞു. നൈപുണ്യത്തിൻ്റെ വികസനത്തിനൊപ്പം നന്മയുടെ വികസനവും വേണം എന്ന്, അറിവിനൊപ്പം കനിവ് കൂടിയുള്ള തലമുറയെയാണ് നമുക്ക് വേണ്ടത് എന്ന്, സ്കിൽഡ് തൊഴിലാളികൾക്കപ്പുറം സ്കിൽഡ് മനുഷ്യരെ കൂടിയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടതെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ഷഹബാസിൻ്റെ കൊലപാതകം മുന്നോട്ട് വയ്ക്കുന്ന വലിയ സാമൂഹിക പ്രശ്നങ്ങൾ നേരിടാൻ സർക്കാർ ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി വിശാലമായ യോഗം ചേർന്ന് സമഗ്രമായ കർമ്മ പദ്ധതി തയ്യാറാക്കും എന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് കെ.വി. സുമേഷ് എം.എൽ.എ. CPI-എമ്മിൽ നിന്ന്, വസന്ത് സിറിയക് കോൺഗ്രസിൽ നിന്ന്, എം. ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്. വസന്ത് സിറിയക്, ഞാൻ ആദ്യം തന്നെ താങ്കളിലേക്ക് വരികയാണ്. പ്രതിപക്ഷമാണ് ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം, ഷഹബാസിൻ്റെ കൊലപാതകം, അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉപക്ഷേപം കൊണ്ടുവന്നത്. ചർച്ചയ്ക്ക് ശേഷം, മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ആ മറുപടി അസ്വീകാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊരു പ്രതിപക്ഷത്തെ കാണാറുണ്ട്. ഇന്ന് അങ്ങനെയല്ല കണ്ടത്. ആ ഉപക്ഷേപം പിൻവലിച്ചുകൊണ്ട് സഭാ നടപടികൾ തുടരാൻ അനുവദിക്കുന്നൊരു പ്രതിപക്ഷത്തെയാണ് കണ്ടത്. പ്രതിപക്ഷം ഒരു കാതലായ പ്രശ്നം അതിൻ്റെ സമഗ്രതയോടുകൂടി നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ സഫലമായ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന ഒരു സംതൃപ്തി പ്രതിപക്ഷത്തിനുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ ഈ മനോഭാവം ഈ രാത്രിയിൽ എങ്ങനെയാണ് വസന്ത് സിറിയക്, പ്രതിപക്ഷത്തിൻ്റെ വക്താവ് എന്നതിലേക്ക് ഇവിടെ അടയാളപ്പെടുത്തുക? അല്ല, നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ കൊച്ചുകുട്ടികൾ മുതൽ നമ്മളൊക്കെ ജെൻസി എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു തലമുറയെ മുഴുവൻ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെ ബാധിക്കുന്ന ഈ ലഹരി വ്യാപനത്തിനെതിരെ പോരാടാൻ ഏതർത്ഥത്തിലും സർക്കാരിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. അത് ഞങ്ങളുടെ ഏതെങ്കിലും ഔദാര്യമല്ല. അത് നാളെ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് നിങ്ങളുടെയും ഔദാര്യമല്ല, മറിച്ച് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെയും നിങ്ങളുടെയും നമ്മുടെ ഒന്നാകെയുള്ള ഉത്തരവാദിത്തമാണ്. കാര്യം, നാളെ ഒരു തലമുറ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇത്രമാത്രം ലഹരി വ്യാപിച്ച്, ഇത്രമാത്രം ലഹരിയുടെ വ്യാപനം ഉണ്ടായപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തത് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ, എന്താണ് നിങ്ങൾ ചെയ്തത് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് കുറ്റബോധമില്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ശബ്ദിക്കേണ്ട സമയമാണ്. ശബ്ദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിലാണ് ഞാൻ ഉള്ളത്. അങ്ങ് നോക്കൂ, ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, പ്രതിപക്ഷത്തിന് വിവിധ ആക്ഷേപങ്ങൾ സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. കാര്യം, 2022 ഞങ്ങൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. 23 അവസാനവും ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതാണ്. 2025 ആദ്യം അത് വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്ന ദുരവസ്ഥയെ പറ്റി ഞങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സർക്കാർ മാത്രമല്ല, പ്രതിപക്ഷം മാത്രമല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ യുവജന സംഘടനകൾ, ഞാൻ അടങ്ങുന്ന യുവജന സംഘടനകൾ, ഇവിടുത്തെ എഴുത്തുകാർ, ഒരു സിവിൽ സൊസൈറ്റി, ഇതിനെല്ലാം വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിട്ട്, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്ന്, സിവിൽ സൊസൈറ്റിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും യുവജന സംഘടനകളും ഈ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുമായി ഇറങ്ങുമ്പോൾ സർക്കാർ കൃത്യമായി ഇന്റലിജൻസ് സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ കണ്ണികൾ അറുത്തുമാറ്റാൻ വേണ്ടി പോലീസ് സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ്
ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചർച്ചകളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്ന് നമ്മുടെ ക്രമസമാധാനത്തെ, കേരളത്തിന്റെ ക്രമസമാധാനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊന്നും ഇന്ന് ചർച്ച ചെയ്യാനുള്ളൂ. ഏത് വിഷയവും, കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏത് വിഷയവും ഇതിന് മുകളിലല്ല. കാരണം അങ്ങേക്ക് അറിയാമല്ലോ, ഇപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് എനിക്ക് തോന്നുന്നു താമരശ്ശേരിയിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അദ്ദേഹം ലഹരിയുടെ അടിമയിലായിരുന്നു. അതായത് ഓരോ മണിക്കൂറിലും കേരളത്തിൽ അതിദാരുണമായ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ സർക്കാരിനോടുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, നമ്മുടെ എല്ലാം ആവശ്യം, ഏറ്റവും കുറഞ്ഞത് 2 IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെങ്കിലും ദക്ഷിണ മേഖലയിൽ നിന്നും നോർത്തേൺ റീജിയനിൽ നിന്നും തിരിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിനെതിരെ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണം. ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാൽ മാത്രം പോരാ, നമ്മൾ വിവിധ നാർക്കോട്ടിക് വിരുദ്ധ പദ്ധതികളെ പറ്റി കേട്ടിട്ടില്ലേ? വിവിധ ടീം സെറ്റപ്പുകളെ പറ്റി കേട്ടിട്ടില്ലേ? പോലീസിൽ നമുക്ക് ഇപ്പോഴും പൂർണ്ണ വിശ്വാസമാണുള്ളത്. കേരള പോലീസിനെ കൃത്യമായ പൊളിറ്റിക്കൽ കമാൻഡ് കിട്ടിയാൽ, കൃത്യമായ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടിയാൽ 48 മണിക്കൂർ കൊണ്ട് കെട്ടിക്കാൻ സാധിക്കും ഈ ലഹരി മാഫിയ ഇവിടെ നിന്ന് എന്നതിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ അത്തരത്തിൽ 2 IG മാരെങ്കിലും മിനിമം റാങ്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ആൻഡ് എന്താ പറയുന്നത്, ഒരു ലീഗൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറാവണം. അതിന് സർക്കാർ ഉടനടി, അതിനകത്ത് ഈഗോ വെച്ച് പെരുമാറേണ്ട ആവശ്യമില്ല, രാഷ്ട്രീയ ചിന്തകളുടെ ആവശ്യമില്ല, ഉടനടി തന്നെ അങ്ങനെ ഒരു മിനിസ്റ്റീരിയൽ ഓർഡർ, ഒരു പുതിയ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം സർക്കാർ എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ സർക്കാർ പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ, വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറായാൽ അതിനൊപ്പം പ്രതിപക്ഷവും ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. വസന്ത്, തിരിച്ചു വരാം. ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഭരണപക്ഷമാണ്, പ്രതിപക്ഷമാണ്, അങ്ങനെ 2 പക്ഷമുള്ളതാണ് നമ്മുടെ നിയമസഭ. അവിടെ പലപ്പോഴും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ എല്ലാ ചേരികളെയും നയിക്കുന്നൊരു സാഹചര്യവുമുണ്ട്. കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് ജനാധിപത്യമില്ല, നമുക്കറിയാം. പലപ്പോഴും അത് നിർഭാഗ്യകരമായ സംഭവങ്ങൾക്കും നിയമസഭയിൽ വഴിവെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഏറെക്കുറെ ചില വ്യതിയാനങ്ങൾ ഒഴിവാക്കിയാൽ ഏറെക്കുറെ ഭദ്രമായൊരു ചർച്ച ഇക്കാര്യത്തിൽ നടന്നു. കാതലായ ഈ കത്തുന്ന പ്രശ്നത്തിൽ കാതലായ ഒരു ചർച്ച നടന്നു എന്നൊരു നിഗമനം താങ്കൾക്കുണ്ടോ? പ്രതിപക്ഷം ഒരു കാര്യം ഉന്നയിക്കുന്നു, അതിൽ ഒരു ചർച്ച നടക്കുന്നു, ആ ചർച്ചയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചില നടപടികൾ പ്രഖ്യാപിക്കുന്നു. ഇന്നത്തെ ഈ സഭാ പ്രക്രിയ അത് തൃപ്തികരം എന്ന് വിലയിരുത്താൻ എത്തുന്ന ആ ഒരു ഗ്രേഡിംഗ് ഉള്ളതാണോ? താങ്കൾ ഇന്നത്തെ ഈ സംഭവത്തിന് നിയമസഭയ്ക്കാകെ എത്ര മാർക്ക് കൊടുക്കും? ജയചന്ദ്രൻ. NVC ഇത് ഈ പിന്നെ നിയമസഭയെ പറ്റി നമ്മൾ അറിയുന്നതും എല്ലാവരോടും പറയുന്നതും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണ്. ആ പ്രയോഗത്തിനെ തികച്ചും അർത്ഥവത്താക്കുന്ന നിലയിലുള്ള സഭാ നടപടിയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞതെന്നുള്ളത് വലിയ ഈ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ച് വലിയ സന്തോഷവും ആശ്വാസവും സംതൃപ്തിയും ഒക്കെ നൽകുന്ന ഘടകങ്ങളായിട്ടാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയെ ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. കാരണം അത്ര ഈ സജീവമായി ഒരു പരിധിവരെ ഡോക്ടർ മുനീറൊക്കെ സംസാരിക്കുമ്പോൾ ഹൃദയസ്പൃക്കായി പല കാര്യങ്ങളും, എന്തിനും മുഖ്യമന്ത്രി പോലും പല കാര്യങ്ങളിലും മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങളിൽ വളരെ ഈ എന്താ പറയുന്നത് പാഷനേറ്റായിട്ട് തന്നെ സംസാരിച്ച കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് കൗമാരങ്ങൾ പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ അനലിറ്റിക്കലായിട്ട് തന്നെയാണ് അവിടെ സംസാരിച്ച് പോകുന്നത്. അത് താങ്കൾ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അടിയന്തര പ്രമേയം മറുപടി പറഞ്ഞ് ചർച്ച കഴിഞ്ഞു, മറുപടി മുഖ്യമന്ത്രിയുടെയും കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്ന ആ വാക്കൗട്ട് പ്രസംഗം, അതിന് പകരം വളരെ നിലവാരമുള്ള ഉത്തരവാദിത്വമുള്ള അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ തന്നെ കാണാവുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനിൽ നിന്നുണ്ടായത്. അതൊക്കെ വളരെ 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 ഉയർന്ന നിലവാരത്തിലുള്ള എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് പരസ്പരം വഴക്കുണ്ടാക്കാതെ, എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വിനിമയം ചെയ്തു തന്നെ നിലപാട് സ്വീകരിക്കാനുള്ള നിലവാരമുള്ള ചർച്ച തന്നെയായിരുന്നു ഇന്ന് കണ്ടത്. ആ ചർച്ചയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അതെങ്ങനെ പോകാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ, അത് സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഒന്നൊന്നായിട്ട് പറയുന്നത്. ഈ അതിലേക്ക് നമുക്ക് വരാം. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് വിവിധങ്ങളായ വിശദമായിട്ട് വരാം. ഈ ആമുഖഘട്ടത്തിൽ പറയേണ്ടത് ജയചന്ദ്രൻ. അതെ, അത് തന്നെയാണ് ആ ആമുഖഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം 99 US പ്രശ്നം മുതൽ പറഞ്ഞു തുടങ്ങുന്നുള്ളൂ മുഖ്യമന്ത്രി. ഇവിടെയും കേരളത്തിൽ പലരും പല ഘട്ടങ്ങളിലായി പറയുന്ന, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞൊരു 30 കൊല്ലം, ഒരു 30 കൊല്ലത്തെ കാലഗണനയാണ് പൊതുവിൽ എല്ലാവരും വെക്കുന്നതിന്, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നവർ. കഴിഞ്ഞ 30 കൊല്ലമായി നമ്മുടെ ചിന്താഗതിയിൽ, കൗമാരക്കാരിൽ, യുവാക്കളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ ഒരുപാട് പരിണതികൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് വിദഗ്ധരെല്ലാം പങ്കുവെക്കുന്നുണ്ട്. വിദഗ്ധർ മാത്രമല്ല, സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകൾ നമ്മളൊന്ന് അന്വേഷിച്ചാൽ അവിടെ വരെ ഇതുണ്ട്. പിന്നെ ഒരു യന്ത്രവുമായി മൊബൈൽ ഫോണുമായി സ്വന്തം വീട്ടിൽ അതിൻ്റെ ഒരു മുറിയിൽ ഒതുങ്ങുന്ന നിലയിലേക്ക് പിന്നെ ഈ മുതിർന്നവർ മാത്രമല്ല, അല്ലെങ്കിൽ പ്രായമായവർ മാത്രമല്ല, യുവാക്കൾ മാത്രമല്ല, കൗമാരക്കാരും ആ നിലയിലേക്ക് മാറുന്ന, വെർച്വലി കണക്റ്റഡാണ്, ഫലത്തിൽ സമൂഹവുമായി കണക്റ്റഡാണ് വെർച്വലി. പക്ഷേ അല്ലാതെ അവർ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ആ തരത്തിലുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് കുട്ടികൾ ഒക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ സ്കൂളുകളിൽ തന്നെ ഇത്തരം ബോധവൽക്കരണങ്ങൾ നടത്തണം എന്ന് തീരുമാനമെടുത്ത് നിലപാട് സ്വീകരിച്ച് നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് 12,600 സ്കൂളുകളുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 5,500-ൽ പരം സ്കൂളുകൾ മാത്രമേ അത്തരത്തിലുള്ള ഡി അഡിക്ഷൻ ഈ ക്യാമ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങളോ ഒക്കെ തുടർച്ചയായി ചേരാറുള്ളൂ. അതിൻ്റെ ഒരു പരിമിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറയണമെന്നുണ്ട്. ഈ ഘട്ടത്തിൽ പറയാമെന്ന് അറിഞ്ഞുകൂടാ, സമയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ NPC. അതായത് ഈ പിന്നെ പ്രതിപക്ഷവും പറഞ്ഞ് കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് പറയണമെന്ന് വിചാരിക്കുന്നത്. നിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് വരാം. അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഞാനതൊന്ന് തുടങ്ങി വെക്കുകയാണ്. ആയിക്കോട്ടെ. KV സുമേഷ് MLA, താങ്കൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു അംഗം കൂടിയാണ്. ഇപ്പോൾ ആ ചർച്ചയിൽ കണ്ട ഒരു സമീപനം, പൊതുവെ കക്ഷിരാഷ്ട്രീയ നേതാക്കളാണ്, പരസ്പരം കക്ഷിരാഷ്ട്രീയ താല്പര്യത്തോടു കൂടി തന്നെ ചില കാര്യങ്ങളിൽ വിയോജിക്കേണ്ടി വരും, ചിലതിൽ ഏറ്റുമുട്ടേണ്ടി വരും പരസ്പരം. അതൊക്കെ ഇരിക്കെ തന്നെ ഒരു ചേരിക്കതീതമായ ഒരു കൈകോർക്കൽ ഇന്നവിടെ കണ്ടു എന്നാണ് പൊതുവെ ഞങ്ങൾ പലരോടും സംസാരിച്ചപ്പോഴും ഒക്കെ ആളുകൾ വിലയിരുത്തുന്നത്. ഇത് ഫലപ്രാപ്തിയിലെത്തും എന്നൊരു സൂചന. ഈ ഐക്യം, പ്രതിപക്ഷ ഭരണപക്ഷ ഐക്യം, ഇക്കാര്യത്തിൽ അത് സമഗ്രമായി തന്നെ സംഭവിക്കും. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇക്കാര്യത്തെ നമുക്ക് മറികടക്കാനാവും. കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങളുടെ വേദനയായി മാറിയ, കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ആശങ്കയായി മാറിയ ഈ മയക്കുമരുന്ന് പ്രശ്നം, കൗമാരക്കാർക്കിടയിലെ ഈ അരാജക പ്രവണതകളുടെ പ്രശ്നം, അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു വിശ്വാസം താങ്കൾക്കിന്ന് ആ സഭയിലെ ഭാഗഭാക്ക് എന്ന നിലയ്ക്ക് ഉണ്ടോ സുമേഷ്? തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായ ഒരു ചർച്ചയാണ് ഇന്ന് കേരള നിയമസഭയിൽ നടന്നത്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ച ഒരു ആറ്റിറ്റ്യൂഡിനെ നമ്മൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടതാണ്. കാരണം നമ്മുടെ സഭയിൽ 2-3 തവണ ലഹരിയുടെ വിഷയം ചർച്ച ചെയ്തു. ഇവിടെ ബഹുമാനനായ NPC പറഞ്ഞ പോലെ ഈ നമ്മുടെ സമൂഹത്തിൽ ചിലരിൽ അപകടകരമായ ഒരു അക്രമവാസനയും ചില പ്രവണതകളും സമീപകാലത്ത് നമ്മൾ കാണുകയാണ്. ഇതൊരു കക്ഷി രാഷ്ട്രീയ വിഷയമല്ല എന്ന ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചത്. തുടക്കത്തിൽ അവതരണത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ചർച്ച വലിയ നിലയിൽ ഒരൊറ്റക്കെട്ടായി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് കേരളം ഒരു വലിയ സാംസ്കാരിക, സാമൂഹ്യ, ജനാധിപത്യ ജീവിത സംസ്കാരമുള്ള ഒരു നാടാണ്. ആ നാട്ടിൽ പുതിയ തലമുറയിൽ ചില അപകടകരമായ പ്രവണതകൾ നമ്മൾ കാണുകയാണ്. അതിനെ ഇന്ന് കേരള നിയമസഭ, നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ വേദിയാണ്. ആ വേദിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്തിരിക്കുന്ന തീരുമാനം, മുഖ്യമന്ത്രി തന്നെ പിന്നീട് അതിൻ്റെ മറ്റു ചർച്ചകളിലേക്ക് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു, ഒരു ബൃഹത്തായ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഇത് യോജിച്ച് നിന്ന്
ഇല്ലാതാക്കാൻ കഴിയും എന്ന ശക്തമായ സന്ദേശമാണ്. അതിന് വിപുലമായ യോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിളിക്കുന്നതിന് വേണ്ടിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് കേരള നിയമസഭയിൽ നടന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായ, കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ അനിയന്മാരാണ്, നമ്മുടെ സഹോദരന്മാരാണ്, അവരെ ഇപ്പോൾ കണ്ടുവരുന്ന ഈ പ്രവണതയിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് എന്തെല്ലാം മാർഗങ്ങൾ, ആ മാർഗങ്ങളിലേക്ക് പോകാനുള്ള യോജിച്ച തീരുമാനമാണ് നമ്മളെടുത്തത്. അത് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായൊരു മൂവ്മെൻറ്റ് നടത്താനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ തികച്ചും നമുക്ക് പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന, ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ നമുക്ക് നല്ല ഒരു സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനും അതോടൊപ്പം കൺക്ലൂഷനും സഭയുടെ ഭാഗമായി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വസന്ത് സിറിയക്, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ചർച്ചയിൽ അതിൻ്റെ പല ഘട്ടത്തിൽ പല നിർദ്ദേശങ്ങൾ പൊന്തി വന്നു, ആശങ്കകൾ, ആവലാതികൾ, പ്രശ്നങ്ങൾ ഒക്കെ പലരും പല വികാര തീവ്രതയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ എല്ലാം അവസാനത്തിൽ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഏതാണ്ട് ഈ വരികളോടെയാണ്: നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ് നിയമസഭ ഇവിടെ ചർച്ച ചെയ്തത്. എല്ലാവരും ഈ വിപത്തിനെതിരെ ഒരേ വികാരമാണ് പുറപ്പെടുവിച്ചത്. ഇതിനെ നമുക്ക് ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കും. ഇക്കാര്യത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സുപ്രധാന പങ്കുണ്ട്. ഇതിനായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ, സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകൾ, അധ്യാപക രക്ഷാകർതൃ സംഘടനകൾ എന്നിവയുടെ യോഗം ചേർന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കും. മുഖ്യമന്ത്രിയുടെ ഓഫർ, ആ ഓഫർ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് സഭ ഇന്നത്തെ ആ കാര്യം അവസാനിപ്പിച്ച് മറ്റ് നടപടികളിലേക്ക് കടന്നത്. നമുക്ക് മുമ്പിൽ, കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓഫർ, മുഖ്യമന്ത്രിയുടെ ഓഫർ, ഭരണകക്ഷിയുടെ ഓഫർ, സർക്കാരിൻ്റെ ഓഫർ അതാണ്, ഭരണചേരിയുടെ ഓഫർ. ഈ ഓഫർ അതിനെ എങ്ങനെ കാണുന്നു? അതിനെ എങ്ങനെ സമ്പന്നമാക്കാൻ വേണ്ടി, കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു? വസന്ത്. ബഹുമാനപ്പെട്ട ശ്രീ MP, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആക്കി മാറ്റാൻ എനിക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് വേണ്ടതേ സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഈ നയം മതിയോ എന്നുള്ളൊരു ചോദ്യം അതാണ് പറയേണ്ടത്. അത് പറയാമല്ലോ, നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. തീർച്ചയായും. പക്ഷേ സർക്കാർ ഇപ്പോൾ ഈ നയം സ്വീകരിച്ചാൽ മതിയോ എന്നൊരു സംശയം സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചുകൊണ്ട്, പ്രതിപക്ഷത്തെ സംബന്ധിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് 2022 ഞങ്ങൾ ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പരിഹാരങ്ങൾ മതിയായിരുന്നു. പക്ഷേ 2023 ഞങ്ങൾ വീണ്ടും ആ പ്രമേയവുമായി വരേണ്ട വരുമ്പോൾ, 2023 അവസാനമാണ് ശ്രീ റോജി എം ജോൺ വീണ്ടും പ്രമേയം അവതരിപ്പിക്കുന്നത്. അതുമായി അടുത്ത വർഷം എത്തേണ്ട വരുമ്പോൾ വീണ്ടും സർക്കാർ ഈ പറയുന്ന വിമുക്തി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. അന്ന് പ്രതിരോധിക്കാൻ MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാർ സഭയിൽ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രിയുടെ ഈ ഒരു എന്താ പറയുന്നത്, ഒരു തീരുമാനത്തുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ്, കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, NCRBയുടെ കണക്കുണ്ട് കൃത്യമായി. കേരളത്തിൽ 3 മണിക്കൂറിൽ ഒരു ലഹരി കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 40 കൊലപാതകങ്ങൾ, 2 മാസത്തിനിടയിൽ ഉണ്ടായ 40 കൊലപാതകങ്ങളിൽ ഏതാണ്ട് 22ഓളം കൊലപാതകങ്ങൾ ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കേരളത്തിൽ അത്രമാത്രം ലഹരി കേസുകൾ ഉയർന്നു വരുന്നു. അത് അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്നു. അതാണല്ലോ കൊലപാതകത്തിലേക്ക് എത്തുന്നത്. വെറുതെ കൊല ചെയ്യുകയല്ല. നമ്മൾ കണ്ടല്ലോ തിരുവനന്തപുരത്ത് ഉമ്മയെ, അല്ലെങ്കിൽ സ്വന്തം അമ്മയെ, സ്വന്തം സഹോദരന്റെ ഈ ആണിച്ചുറ്റിക്കൊണ്ട് അടിച്ചു കൊല ചെയ്യാൻ, തലയോട്ടി പിളർക്കാൻ തോന്നുന്ന രീതിയിലേക്കൊക്കെ മനുഷ്യരെ നയിക്കുന്നത് എന്താണ്? ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും താമരശ്ശേരിയിൽ ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം സഹോദരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ്. 22 വയസ്സുള്ള കുട്ടിയാണെന്ന് പറയണം. ഈ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നവന് 22 വയസ്സേ ഉള്ളൂ. നോക്കൂ, ജെൻസി എന്നൊക്കെ നമ്മൾ വിളിച്ച് ഒരു പരിധിവരെ ന്യൂജൻ 2K കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കിഡ്സിന് എന്ത് പറ്റി എന്നുള്ളതിനെ പറ്റി കൃത്യമായ അവലോകനം നടക്കണ്ടേ? എല്ലായിടത്തും സുലഭമായി ലഹരി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടപടി എന്ത് നടപടിയാണ് നിർദ്ദേശിക്കുന്നത്? തീർച്ചയായും
തീർച്ചയായും സ്കൂളുകളുടെ മുമ്പിലൊക്കെ. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഒരു സൈഡ് മാത്രമാണ് ശ്രീ എൻ പി. കാര്യം എന്താണെന്ന് അറിയാമോ? മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വേണം. അവിടെ യുവജന സംഘടനകൾ ഇന്ന് അവരുടെ റോൾ എടുത്തു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഇന്ന് ഞങ്ങൾ ഇതാ ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരങ്ങൾ 140 നിയോജകമണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. MSFും യൂത്ത് ലീഗും ചേർന്ന് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് വിവരം നൽകുന്നവർക്ക്, പോലീസിന് വിവരം നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. DYFI പരിപാടികൾ പ്രഖ്യാപിക്കുന്നുണ്ട്, AYFും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്നും അവരും പുറകിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് പോരാ. ആ ബോധവൽക്കരണത്തിന് സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്യണം ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. ആ ആക്ഷൻ പ്ലാനിന് ഏറ്റവും കുറഞ്ഞ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കണം. ഒരു ടീം ഉണ്ടാവണം. നമ്മളുടെ ഈ പറയുന്ന വിജിലൻസ് അടക്കം ഇന്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. പോലീസിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കമാൻഡ്, ആക്ഷൻ പ്ലാൻ, അതാണ് കർമ്മ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അത് തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. അത് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരും എന്നാണ് പറയുന്നത്. അത് ആ ഘട്ടത്തിൽ വരേണ്ടതല്ലേ? കൂടുതൽ കടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തിരുവഞ്ചൂരും അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സഭയിൽ. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. തീർച്ചയായും. എന്താണ് അതിൽ സംശയം? അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പോലീസ് ആക്ഷൻ മാത്രമല്ല വേണ്ടത്. ഇപ്പോൾ ഇന്ന് 25,000-ഓളം ലഹരി കേസുകൾ പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ 25,000-ന്റെ കണക്കെടുത്ത് നോക്കണം. അതിൽ 22,000 അല്ലെങ്കിൽ 23,000 കേസുകളും 1/2 ഗ്രാം, 5 ഗ്രാം, 50 ഗ്രാം കയ്യിൽ വെച്ച കേസുകളാണ്. പക്ഷെ ലഹരിയുടെ ആ ഒരു മാഫിയ ഉണ്ടല്ലോ, ഈ ഒരു ലഹരി ഉൽപ്പന്നവും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല. അങ്ങേക്കും അറിയാമായിരിക്കുമല്ലോ. ഇതെല്ലാം സംസ്ഥാനങ്ങൾ കടന്ന് ഇവിടേക്ക് വരുന്നതാണ്, രാജ്യങ്ങൾ കടന്നു വരുന്നതാണ്. അതെവിടെയാണ്, എവിടെ നിന്നാണ് വരുന്നത്? ആ സോഴ്സ് കണ്ടെത്താൻ സാധിക്കണം. അങ്ങനെ സോഴ്സ് കണ്ടെത്തണമെങ്കിൽ കൃത്യമായ പോലീസ് ആക്ഷൻ ഉണ്ടാവണം, ടീം ഉണ്ടാവണം, പൊളിറ്റിക്കൽ കമാൻഡ്. അതിലേക്ക് വരാം. ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. താങ്കൾക്ക് ഒരു കർമ്മ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ അത് എല്ലാവരുടെയും ചുമതലയാണ്, സമൂഹത്തിന്റെ ചുമതലയാണ്, വീടുകളുടെ ചുമതലയാണ്, ജനങ്ങളുടെ ആകെ ചുമതലയാണ്. അവരൊക്കെ അത് നിറവേറ്റണം എന്നൊക്കെ മുഖ്യമന്ത്രി ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കേരളം ഒരു കർമ്മ പദ്ധതിയിലേക്ക് പോകുന്നു. ആ കർമ്മ പദ്ധതി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് സർക്കാർ തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കർമ്മ പദ്ധതിയുടെ കണ്ണിലേക്ക് എത്തേണ്ടത്, അതൊക്കെ പലതും പറയാനുണ്ടാവും. എങ്കിൽ പോലും അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ കർമ്മ പദ്ധതി ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന മട്ടിലെങ്കിലും, അതിൻ്റെ ആമുഖമെങ്കിലും ജയചന്ദ്രൻ. അതല്ല, കർമ്മ പദ്ധതി എന്നുള്ളത് അതൊരു വേറൊരു വിഷയമാണ്. NPC ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം ഇതുണ്ടല്ലോ, നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്, NDPS ആക്ട് ആണല്ലോ ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. ഈ കാര്യത്തിൽ സംസ്ഥാനം എത്രത്തോളം കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമായി അവതരിപ്പിച്ചല്ലോ. അപ്പോൾ അതിനൊരു ഇല്ലാതെയാണ് ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് അക്കാര്യത്തിൽ തന്റെ സംസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി, രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് എന്ന് വെച്ചാൽ എടുക്കുന്ന കേസിൽ ഏറ്റവും കൂടുതൽ പേർ ശിക്ഷിക്കപ്പെടുന്നത് കേരളത്തിലാണ് എന്ന്, വളരെ ഇഫക്റ്റീവാണ് ആ മിഷനറി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കണക്കുകൾ പറഞ്ഞിരുന്നു. അങ്ങനെയല്ലേ? അല്ല, അത് തന്നെയാണ് ഞാൻ പറയുമ്പോൾ. വസന്ത് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് വസന്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ പിടി കൈവിട്ടു പോയി എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരാളില്ല, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്താണ് വസന്ത്? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ ADGPക്കാണ് ഇതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് NBC ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഏത് 9497927797. ഇത് കൈരളി ഒന്ന് പ്രേക്ഷകരിലേക്ക് വീണ്ടും കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആലോചിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. ഈ നമ്പറിലേക്കാണ് ആർക്കും വിവരങ്ങൾ ഉത്തരവാദിത്തോടെ വിളിച്ചു പറയാവുന്നത്. അല്ലാതെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആരും വിളിച്ചു പറയേണ്ട കാര്യമില്ല. കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എക്സിക്യൂഷൻ, അത് മാത്രമോ? അത് ഇതിൻ്റെ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു സംഗതി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2016 മുതൽ 2021 വരെ 37,340 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട എക്സൈസിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
അതേസമയം ഈ 2021 ഈ രണ്ടാമത്തെ സർക്കാർ വന്നതിന് ശേഷം 2024 ഡിസംബർ 31 വരെ 87,702 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇത് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാൻ ആ കണക്കുകളിലേക്ക് പോകേണ്ട കാര്യമില്ല, അങ്ങനെ നമ്മളിവിടെ സമയം കളയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇത് വ്യക്തമായൊരു പദ്ധതി ഇല്ല എന്ന് പിന്നെ വസന്ത് ഈ ചർച്ചയിൽ പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്ന് മുഖ്യമന്ത്രി സഭയിൽ നിന്ന് അവതരിപ്പിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഈ ഫെബ്രുവരി കഴിഞ്ഞ മാസം 10-ാം തീയതി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIBയുടെ ഒരു റിലീസിൽ ഇന്ത്യയിലാകെ കഴിഞ്ഞ വർഷം 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിലോ എത്രയാണ് കണക്ക്? കൈവിട്ടുപോയി എന്ന് വസന്ത് പറയുമ്പോൾ നമ്മൾ ആ കണക്ക് കാണണം. നമ്മുടെയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള PIB ആണ് പറയുന്നത് 100 കോടി രൂപയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിൻ്റെ മൂല്യം, 100 കോടി രൂപ. പക്ഷേ കൺവിക്ഷൻ റേറ്റ് എത്രയാണ് നമ്മുടെ ദേശീയ ശരാശരിയേക്കാളും വളരെ 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 മുമ്പിൽ നമ്മൾ നിൽക്കുന്നു. 98% നമ്മൾ വളരെ മുമ്പിലാണ് പിന്നെ ഈ കൺവിക്ഷൻ റേറ്റിൽ. അപ്പോൾ നമുക്കൊരു പ്ലാനുണ്ട്, ആക്ഷൻ പ്ലാനുണ്ട്. അതിൻ്റെ പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. ഞാൻ പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ NBC? ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ചില പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഒന്ന് മൈൻഡ് ചെയ്യണം എനിക്ക് പറയാനുള്ളത്. ഭരണപക്ഷത്തെ MLAയും ചർച്ചയിലുണ്ടല്ലോ. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആകെയുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 5,500 പേരാണ് ഈ കേരളത്തിലുള്ളത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഖ്യയാണത് കേട്ടോ. ഈ 5,500 പേരെന്ന് പറയുന്നത് 1970 സംസ്ഥാനം അംഗീകരിച്ച സ്റ്റാഫ് പാറ്റേൺ ആണ്. അതിൽ നിന്ന് കൂടിയിട്ടില്ല ഇതുവരെ. പക്ഷേ മുഖ്യമന്ത്രി എത്ര എണ്ണമാണെന്ന് പറയാതെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, ആയുധങ്ങളടക്കം റേഞ്ച് ഓഫീസർമാർ മുകളിലേക്കുള്ളവർക്ക് റിവോൾവറോ പിസ്റ്റളോ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനോടൊക്കെ യോജിക്കുകയും ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല NBC. അതായത് 5,500 പോലീസുകാരെ വെച്ചുകൊണ്ടാണ് എക്സൈസ് ഈ സംസ്ഥാനം മുഴുവൻ ഇത്ര വലിയ ഡ്രൈവ് നടത്തുന്നത് എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ്. പക്ഷേ തീർച്ചയായും പോലീസിൻ്റെ ഒരു വലിയ പിന്തുണ ഇത്തവണ ഇപ്പം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ 22 മുതൽ ഉള്ള ദിവസങ്ങളിൽ ചെയ്ത ഒരു ഡ്രൈവിൻ്റെ പ്രശ്നം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞല്ലോ. അതിൽ നിന്ന് കിട്ടിയ കേസുകളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. അത് പോലീസിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള നടപടിയാണ്. ഇവിടെ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്, എക്സൈസിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന നടപടി ഗവൺമെൻറ് ഇനി അമാന്തിക്കാൻ പാടില്ല. ഒരു 10,000 എങ്കിലും, ഒരുപാടൊന്നും വേണമെന്ന് പറഞ്ഞില്ല. കാര്യം 60,000 പോലീസുകാർ നമുക്കുണ്ട്. അതിൻ്റെ 10-1 പോലും വരുന്നില്ല എക്സൈസുകാരുടെ നമ്മുടെ ഇവിടുത്തെ എണ്ണം എന്ന് പറയുമ്പോൾ അതൊന്ന് പരിഹരിച്ചിട്ട് ഒരു 10,000 പേരെങ്കിലും ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ എക്സൈസിന് ഇടപെട്ട് ചെയ്യാൻ കഴിയും. രാസലഹരി കേരളത്തിൽ പ്രൊഡക്ഷൻ സെൻ്ററേ ഇല്ല, ഉൽപ്പാദിപ്പിക്കുന്നില്ല. MDMA വരുന്നത് ഗോവ, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ വഴിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവരാനുള്ള എങ്ങനെയാണ് അവിടുന്ന് വരുന്നത്? അവിടുത്തെ തുറമുഖങ്ങൾ വഴിയാണ്, അല്ലെങ്കിൽ കടൽത്തീരം വഴിയാണ് വരുന്നതെന്നുള്ള കാര്യവും ഇവിടെ അറിയാം. ഇവിടുത്തെ കടൽത്തീരം വഴി ഇതുവരെ ഒരു MDMA കേസും പിടിച്ചിട്ടുമില്ല. കേന്ദ്ര ഏജൻസികളടക്കം ഒരുപാട് സന്ദർഭങ്ങളിൽ അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ആ പ്രശ്നമില്ല, പ്രൊഡക്ഷൻ സെൻ്ററില്ല, മറ്റു സ്ഥലങ്ങളിലും വരുന്നതാണ്. എന്നിട്ടാണ് നമ്മൾ ഇത്രയും വലിയ ഒരു കൺവിക്ഷൻ റേറ്റ് പോലും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെങ്ത് കൂടെ കൂട്ടിയാൽ, പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒരു സ്ട്രെങ്ത് കൂടെ കൂട്ടിയാൽ നമുക്കതിനകത്ത് ഒരുപാട് ഇനിയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പറയുന്നത്. ഈ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് കരുത്ത് കൂട്ടണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അത് അദ്ദേഹം തന്നെ ഏറ്റെടുക്കുമായിരിക്കും. ഞാൻ സുമേഷിലേക്ക് വരികയാണ്. സുമേഷ്, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി വസന്ത് സിറിയക്ക് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല സിസ്റ്റം, ഏർപ്പാടുകൾ വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല, കൂടുതൽ കരുത്തുള്ള ഒരു മിഷൻ തന്നെ ഉണ്ടാവണം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിനോട് ജയചന്ദ്രൻ കൂട്ടിച്ചേർത്തു ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് വളരെ ഫലപ്രദമായി, വളരെ കുറഞ്ഞ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സ് വെച്ച് തന്നെ പോലീസിൻ്റെ സഹകരണത്തോടു കൂടി വളരെ വളരെ കടുത്ത തരത്തിൽ, വളരെ തീവ്രമായ തരത്തിൽ ആ യത്നം മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രവുമല്ല, അത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള മയക്കുമരുന്ന് വേട്ടകളുടെയും
ശിക്ഷിക്കലിൻ്റെയും നിരക്ക് കൂടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ശരിയാണ്. അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് ഈ മിഷന്, ഈ ദൗത്യ യാത്രയ്ക്ക് ഒരു കൊടി വേണ്ടതുണ്ട്, ഈ ദൗത്യയാത്രയ്ക്ക് ഒരാത്മാവ് വേണ്ടതുണ്ട്. അതാണ് ഇന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈനയെ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ എന്ന് തന്നെ പറയാം വേട്ടയാടിയ കറുപ്പ് പ്രശ്നം. ആ കറുപ്പ് പ്രശ്നം ഇപ്പോഴത്തെ ചൈന ഉണ്ടായതിനു ശേഷം, ജനകീയ ചൈന അതുണ്ടായതിനു ശേഷം കൈകാര്യം ചെയ്യുന്നത് ആ കറുപ്പ് പ്രശ്നത്തെ വർഗ സ്വഭാവമുള്ളൊരു രാഷ്ട്രീയ പ്രശ്നമായി കണ്ടു എന്നാണ് അതിനെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വിലയിരുത്താറുള്ളത്. അങ്ങനെയാണത് പരിഹരിച്ചത്. ജനകീയ ചൈനയുടെ പുതിയ ബഹുജന ലൈനിൻ്റെ ഭാഗമായിട്ട് ഈ കറുപ്പ് ശീലം നുള്ളിക്കളയുക എന്ന അത് 50s തന്നെ 1952 ഒക്കെ ആകുമ്പോഴേക്കും വലിയ തോതിൽ അത് ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തു. അത്തരത്തിൽ നമ്മുടെ മിഷനും ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ദർശനം ഉണ്ടാവണം. ആ മിഷനും അത് ലോകയാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇവിടെ ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത്, എങ്ങനെയാണിത് വേരെറുത്ത് കളയേണ്ടത് എന്ന ഒരു രാഷ്ട്രീയം അതിനുണ്ടായിരിക്കണം. ആ രാഷ്ട്രീയത്തോടു കൂടി അത് മുന്നോട്ട് പോകണം. അത് ബഹുജനങ്ങളുടെ മുഴുവൻ, ഓരോ വീടിൻ്റെയും, ഓരോ സ്കൂളിൻ്റെയും, ഓരോ ഓഫീസിൻ്റെയും, ഓരോ സംഘടനയുടെയും, ഓരോ രാഷ്ട്രീയ കക്ഷിയുടെയും, ഓരോ സമുദായത്തിൻ്റെയും, ഓരോ മതത്തിൻ്റെയും കൂടി അജണ്ടയായി, ഒരു ജനകീയ അജണ്ടയായി അത് മാറണം എന്നൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിലൂടെ പകരാൻ ശ്രമിച്ചത് എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചിരുന്ന എനിക്ക് തോന്നിയത്. സുമേഷ്, താങ്കൾ എങ്ങനെ കൂട്ടിച്ചേർക്കുന്നു? താങ്കൾ കാണാൻ പോകുന്ന, താങ്കളുടെ മനസ്സിൽ ഉള്ള നാളത്തെ കേരളത്തിൻ്റെ മയക്കുമരുന്ന് വിരുദ്ധ ദൗത്യം അതെങ്ങനെയുള്ളതായിരിക്കണം? ബഹുമാനപ്പെട്ട NPC, ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് വസന്ത സിറിയക്ക് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളിലൂടെ ചില കാര്യങ്ങൾ പറയുണ്ടായി. ഞങ്ങളും ഇതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനേ പുറപ്പെട്ടിട്ടില്ല. കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് എടുത്ത ഇനീഷ്യേറ്റീവ് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഇത് നമ്മൾ ഈ CPM, കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ്, UDF, LDF എന്ന നിലയിൽ ഈ വിഷയത്തെ കണ്ടാൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ വിമർശിക്കാം. പക്ഷെ സർക്കാർ സ്വീകരിച്ച നടപടികളെ കാണാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ വളരെ ലൈവായി ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാഴ്ച നടത്തിയ D-HUNT എന്ന പേരിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പരിശ്രമത്തിൽ ഏതാണ്ട് 27,000 ആളുകളെയാണ് പിടിച്ചത്. 2746 കൺവിക്ഷൻ ഉണ്ടായി. അതിൽ ഏതാണ്ട് 1000-ലേറെ കേസ് അതിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്തു. വളരെ ശക്തമായ മൂവ്മെൻ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് എടുക്കുന്നത് കേരളത്തിലാണ്. പഞ്ചാബാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. മറ്റു പല സംസ്ഥാനം, ഗുജറാത്തിലെ പോർട്ട് വഴിയൊക്കെയാണ് ഇത് വരികയും ചെയ്യുന്നത്. ഇവിടെ വലിയ ജാഗ്രതയോടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടുന്നു. വിമുക്തി പദ്ധതി തുടങ്ങി വളരെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു വേണ്ടി ലഹരിയെ കുറയ്ക്കാനും അമർച്ച ചെയ്യാനും നമ്മുടെ പോലീസും നമ്മുടെ എക്സൈസും നമ്മുടെ പൊതുസമൂഹവും ഒക്കെ നല്ല പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഗുണം നമ്മുടെ കേരളത്തിലുണ്ട്. അത് കാണാതെ പോകരുത്. അത് കാണാതെ നമ്മൾ ഇവിടെയെല്ലാം ഒരു തെറ്റായ പ്രചരണം, കേരളം മദ്യത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ ഗവൺമെൻറ്. നമ്മൾ കണക്കിനെ പരിശോധിച്ചാൽ മനസ്സിലാവും. 4.8% മദ്യത്തിനുള്ള റവന്യൂ വരുമാനം കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ കുറവാണ്. 4.8% കുറവാണ്. ഗവൺമെൻറ് നടത്തുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. ബോധവൽക്കരണമാണ് പ്രധാനം. നിരോധിച്ചതുകൊണ്ട്, ചാരായം നിരോധിച്ചിട്ട് കേരളത്തിൻ്റെ അനുഭവം എന്താ? ചാരായം നിരോധിച്ച ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളുടെ അനുഭവം എന്താ? മറ്റു ലഹരിയിലേക്ക് ആൾ പോകുന്നു. രാസലഹരിയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മൾ സയൻറ്റിഫിക്കായി, ശാസ്ത്രീയമായി സമൂഹത്തിൻ്റെ ഒരു അവബോധമായിട്ട് മാറണം. ബഹുമാനപ്പെട്ട NPCക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കും അറിയാം, ഇന്ന് സിഗരറ്റ് വലിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ ഗണ്യമായ കുറവ് കേരളത്തിൽ. ഇന്നത് ഒരു സ്റ്റാറ്റസിന് യോജിക്കുന്നതല്ല എന്ന നിലയിലേക്ക് വന്നു. വലിയ സാമൂഹ്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പോലീസ് ഇപ്പോൾ താമരശ്ശേരി ഉണ്ടായിട്ടുള്ള സംഭവവും നമ്മുടെ വെഞ്ഞാറമ്മോട് ഉണ്ടായിട്ടുള്ള സംഭവം തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക. എങ്ങനെയാണ് ഒരു പോലീസ് അതിനെ എക്സ്പെക്റ്റ് ചെയ്യുക? നമ്മൾ ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇവിടെ UDF ഭരിച്ചിട്ടുണ്ട്, LDF ഇപ്പോൾ ഭരിക്കുന്നുണ്ട്, AK ആൻ്റണി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഇപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ട്, എല്ലാവരും ഭരിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ഞാനിന്ന് നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു ആളാണ്, അങ്ങയുടെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾക്ക് ഉത്തരവാദി അന്നത്തെ പോലീസാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
ഇത് വളരെ ഈ താമരശ്ശേരി സംഭവമൊക്കെ നമ്മളതിൻ്റെ ഒരു പഠനം, നമ്മളിതിനെ കുറച്ചുകൂടി സയൻറ്റിഫിക്കായി പോകണമെന്നാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ശാസ്ത്രകാരന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സമൂഹത്തിലെ വിവിധ ശ്രേണിയുള്ള ആൾ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം നമ്മുടെ പുതിയ തലമുറയിൽ നടക്കുന്നുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ, ഈ പുതിയ നമ്മുടെ സീരീസുകൾ, ഡിജിറ്റലൈസേഷൻ, മൊബൈൽ ഫോൺ, അവരുടെ ചിന്തയിൽ, അവരുടെ രീതിയിൽ, സമീപനത്തിൽ, കുടുംബങ്ങളിൽ എല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു ഡീപൊളിറ്റിസൈസ്, ഒരു അരാജക സ്വഭാവത്തിലേക്ക് അവർ പോകുന്നു. കേരളത്തിലെ ഗവൺമെൻറ് ശക്തമായ മൂവ്മെൻ്റാണ് എല്ലാ മേഖലയിലും നടത്തിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടി നമ്മൾ പോവേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സമീപകാലത്തുണ്ടായുള്ള ചില സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുമാത്രം പോരാ, അതിനപ്പുറത്തെന്തോ ചില കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ സംഭവിക്കുന്നു. ഇതിനെയാണ് ഗവൺമെൻറ് ആക്ട് ചെയ്യാതിരുന്നിട്ടില്ല. ഇവിടെ ഒരു പിടിവിട്ടും പോയിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഈ മദ്യ ഷോപ്പുകളുള്ളത് കേരളം 390 മദ്യ ഷോപ്പേ ഉള്ളൂ. കർണാടകയിൽ 4249, തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ 3869 മദ്യ ഷോപ്പുകളുണ്ട്. ഇവിടെ 390 മാത്രമേ ഉള്ളൂ. ഇവിടെ കുറഞ്ഞ് മദ്യപാനത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. പക്ഷേ രാസലഹരിയുടെ ഉപയോഗം കേരളത്തിലൊരു വലിയ പ്രശ്നം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗവൺമെൻറ് അതിൽ വളരെ സ്ട്രോങ് ആണ്, വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നമ്മളിതിനെ ബഹുമാനപ്പെട്ട NPC വളരെ കൂട്ടായ്മയോടുകൂടി ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ വിപത്തായി കണ്ട് നമ്മുടെ പുതിയ തലമുറയിലും ചിലരിലും സംഭവിക്കുന്ന ഈ അപകടകരമായ പ്രവണതയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ശക്തമായ തലത്തിലേക്ക് പോകണം. ഗവൺമെൻറ് ഇന്ന് അങ്ങനെയാണ്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എന്താ? ഇവിടെ അഡ്വക്കേറ്റ് വസന്ത് സരിയൊക്കെ പറഞ്ഞ പോലെ ഗവൺമെൻറ് മിഷനറിയെ ദുർബലപ്പെടുത്തുക. ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയി ആക്ട് ചെയ്യുന്നു. ഒപ്പം അത് മാത്രം പോരാ, ഒരു ബൃഹത്തായ സംവിധാനമായിട്ട് മാറും. നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുൻ പ്രതിപക്ഷ നേതാവിനോടും മുൻ പ്രതിപക്ഷ നേതാവിനോടും കക്ഷി നേതാക്കന്മാരോടും എല്ലാം മുഖ്യമന്ത്രി പറഞ്ഞത് ആ സഭയിൽ എല്ലാവരും, പുറം ലോകം എല്ലാവരും കേട്ടതല്ലേ, നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കണം. ഇപ്പോൾ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇത് പെടുത്തണം, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറണം. അതോടൊപ്പം തന്നെ ഈ അധ്യാപകരിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അഴീക്കോട് മണ്ഡലത്തിൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞത്, ഒരു കുട്ടി അസ്വാഭാവികമായ ഒരു രീതി പ്രകടിപ്പിക്കുന്നത് കണ്ട് കയ്യിൽ എന്തോ ഉണ്ടെന്ന് കണ്ടപ്പോൾ ടീച്ചർ അടുത്തേക്ക് പോയി. അപ്പോൾ കുട്ടി രഹസ്യ ഭാഗങ്ങളിലേക്ക് അതിടുന്നു. അത് ടീച്ചർ അമ്മയുടെ സ്വാതന്ത്ര്യമാണല്ലോ, പോയി എടുക്കാൻ നോക്കിയപ്പോൾ കുട്ടി പോക്സോയിലെ ആക്ട് പറയാണ്, എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ നിങ്ങൾക്കെതിരെ പരാതി. ഇതൊരു കഥയല്ല, ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ കേട്ടൊരു കാര്യമാണ്. ഞാനിത് ബഹുമാനപ്പെട്ട എക്സൈസ് ഓഫീസർമാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ചില ദുരുപയോഗങ്ങൾ കുട്ടികളെ ഇവർ കാരിയർമാരായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ കാണുന്നതിൽ എത്രയോ വളരെ ശക്തരാണ് ഇത്തരം ചില മാഫികൾ ചില കേന്ദ്രങ്ങളിൽ ഇരുന്ന് ചെയ്യുന്നത്. ഒരു വരുമാന മാർഗമായി പുതിയ തലമുറയിലെ ചിലർ ഇതിനെടുക്കുന്നു, അങ്ങനെ അതിൻ്റെ കാരിയർമാരായിട്ട് മാറുന്നു. NPC നമ്മൾ കാണേണ്ടത് ഈ നിയമത്തിൻ്റെ പഴുതിൽ രക്ഷപ്പെടാൻ വേണ്ടി ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലേക്ക് വരൂ, ശിക്ഷിക്കപ്പെടില്ല, അവരെ ജയിലിൽ കിടത്താൻ പറ്റൂല, അങ്ങനെയെല്ലാമുള്ള പഴുതുകൾ ഇവരിതിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു തെറ്റായ ജീവിത സംസ്കാരം നമ്മൾ ദയ, കാരുണ്യം, ആർദ്രത, പരസ്പര ബഹുമാനം, വിശ്വാസം, ഇങ്ങനെയെല്ലാമുള്ളൊരു തലത്തിൽ നിന്നാണ് നമ്മളെല്ലാം വളർന്നത്. വിയോജിപ്പുണ്ടെങ്കിലും അത് ബഹുമാനപുരുഷരെ അറിയിക്കുക, അല്പം തർക്കിച്ചു പോയാലും ആ ക്ഷമ ചോദിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ജീവിത സംസ്കാരം നമ്മൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചിരുന്നു. അതിൽ നിന്ന് വഴിമാറുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് തിരുവനന്തപുരത്തല്ലേ നമ്മൾ കണ്ടത് എന്താ? 25 ലക്ഷം രൂപയിലേറെ കടമാണെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ 23 വയസ്സുകാരൻ പയ്യന് എന്താ ചെയ്തേ? വളരെ ഫ്രസ്ട്രേറ്റഡായി, ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ര ക്രൂരകൃത്യം ആ ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണ്. നമ്മളെല്ലാം ആകെ അമ്പരന്ന് പോയില്ലേ? കാര്യം എന്താ? ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക? എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുക? അപ്പോൾ ഒരു പഠനം ആവശ്യമാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, വളരെ എമർജൻസിയായി ഈ കാര്യങ്ങളിലേക്ക് പോകണം. ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയുടെ ഭാഗമായിട്ട് പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, എന്നാൽ ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. പാശ്ചാത്യ സംസ്കാരമുണ്ട്, വൈദേശികമായ ചില ഈ രാസലഹരി എന്ന് പറയുന്നത് അങ്ങനെയാണ്. കേരളം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ കണക്ഷനുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിസൂക്ഷ്മത പുലർത്തിയിട്ടിരിക്കുന്നു. വലിയ ജാഗ്രതയിലേക്ക് നമ്മൾ പോകണം. രക്ഷാകർത്താക്കളുടെ മനോഭാവത്തിൽ മാറ്റമാണ്. ഇന്ന് സഭയിൽ നടന്ന ചർച്ച ഏതാണ്? ഈ ഒരു ദുരഭിമാന ബോധം നമുക്കുണ്ട്. നമ്മൾ എന്തിനാണ് മറച്ചു വെച്ച് ചർച്ച ചെയ്യുന്നത്? എൻ്റെ കുട്ടി അതിൽപ്പെട്ട, ഞാൻ ആദ്യം അധ്യാപകർ പറയുന്നൊരു കാര്യമുണ്ട്, ഉടൻ അധ്യാപകർക്കെതിരെ രക്ഷാകർത്താക്കൾ ചിലർ സംസാരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ? അധ്യാപകർ പറയുന്നത് കേട്ട് കുട്ടി ഇങ്ങനെ ചെയ്തോ മനസ്സിലാക്കി. ഒരു CI പറഞ്ഞു, സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ CIയുടെ ചൂടായി. എന്തിനാണ് നമ്മളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്? ഞങ്ങളെ അപമാനിക്കാനാണോ? അപ്പോൾ ആ കുട്ടി ഏതാണ്ട് മാസങ്ങളായി ഈ ലഹരിക്ക് അടിമയാണ്.
അപ്പോൾ രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളോടുള്ള സമീപനത്തിൽ നമ്മുടെ രണ്ടാം വീടെന്ന് പറയുന്ന സ്കൂളുകളുടെ സമീപനത്തിൽ സ്കൂളിലെ അധ്യാപകരുടെ രീതികളിൽ പൊതുവിൽ നമ്മുടെ സാമൂഹ്യമായ ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ നമുക്കാകെ ചേർന്നുകൊണ്ട് കൂട്ടായ ഒരു ശ്രമം, അതെന്ത് എന്ന് മുഖ്യമന്ത്രി വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുകയല്ല, ഗവൺമെൻറ് വളരെ കൂടുതൽ ആക്ട് ചെയ്യാനാണ് പോകുന്നത്. എന്തെങ്കിലും വളരെ തുറന്ന സമീപനം സ്വീകരിച്ചു. നമുക്ക് കുറച്ചുകൂടി മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് മേഖലയിൽ? ആ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ ഇരിക്കാൻ പോവുകയാണ്. അതോടൊപ്പം എങ്ങനെ നമുക്കിതിൽ മൂവ് ചെയ്യണം, വിദഗ്ധന്മാരാളുമായിട്ട് കൂടിയാലോചിക്കണം, ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു പ്രകടനപരതയല്ല, വളരെ സിൻസിയറായ നമ്മുടെ പുതിയ തലമുറയെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ആകെ കൂട്ടിയിണക്കുന്ന കേരളം ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഈ രാസലഹരിക്കും ഒപ്പം നമ്മുടെ ലഹരിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം എതിരെ, മദ്യം ഉൾപ്പെടെയുള്ളവർക്കെതിരെ എന്ന വളരെ പോസിറ്റീവായ ഞാനൊരു വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ രീതി നമുക്കറിയാം. അദ്ദേഹം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ, ഞാൻ തന്നെ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സഭയിൽ, കോവിഡ് കാലത്ത് നേരത്തെയൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രിക്കോഷൻസ് ഉണ്ട്, ഒരു ജാഗ്രത ഉണ്ടല്ല, അത് കക്ഷി രാഷ്ട്രീയതയാണ്. നമ്മൾ കേരളം ഉണ്ടാവണ്ടേ? കേരളത്തിൽ ഇവർ നാളെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ IAS ഓഫീസർമാർ IPS ഓഫീസർമാരും ഒക്കെ മാറേണ്ട പുതിയ തലമുറയല്ലേ. ആ തലമുറയെ പോസിറ്റീവായ ഒരു തലത്തിലേക്ക് നയിക്കുക, ഒപ്പം സമൂഹത്തിൽ ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ഈ രീതിയെ ശക്തമായി പ്രതിരോധിക്കുക എന്ന വളരെ വളരെ പോസിറ്റീവായ ക്രിയാത്മകമായ ഒരു തലമാണ് ഇന്ന് സഭയിൽ ഉണ്ടായത്. അത് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നതാണ് കേരളത്തിൽ എന്നതാണ് എൻ്റെ അഭിപ്രായം. KV സുമേഷ് തിരിച്ചു വരാം. ജയചന്ദ്രൻ, മയക്ക് മരുന്നിനെതിരെ, കുട്ടികളുടെ കുറ്റകൃത്യ വാസനയാണെങ്കിൽ അതിനെതിരെ, അക്രമവാസനയാണെങ്കിൽ അതിനെതിരെ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ പോയേ തീരൂ. ആ ദൗത്യത്തിൽ തീർച്ചയായും നിയമം അതിൻ്റെ ചാട്ടവാറെടുത്ത് മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും, നീതി അതിൻ്റെ വാളെടുത്ത് അതിൻ്റെ നിർണായക സ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അതോടൊപ്പം നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷികൾ കൂടി ഉണ്ടാകണം. കാരണം കാലം മാറിയിരിക്കുകയാണ്. നമ്മൾ പൊരുതുന്നത് കുട്ടികളോടല്ല, അവർക്കുള്ളിലെ അക്രമവാസനയോടും അല്ല, മാറുന്ന സംസ്കാരത്തിനെതിരെയാണ്. പുതിയൊരു സംസ്കാരത്തിലേക്ക് കാലങ്ങൾ പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആ പ്രതിപാദനത്തിൽ അതിൻ്റെ ഉള്ളിൽ അതുണ്ട്. നമ്മൾ സ്കിൽഡ് തൊഴിലാളിയെ ഉണ്ടാക്കാൻ ആണ് ഈ കാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നൈപുണി നേടിയ ഉദ്യോഗകർത്താക്കളെ, വിജയികളെ സൃഷ്ടിക്കാനാണ് നമ്മൾ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നൈപുണിയുള്ള മനുഷ്യരെ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന ഒരു മുദ്രാവാക്യം മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. സത്യമല്ലേ ഇത്, ജയചന്ദ്രൻ? തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. പെട്ടെന്ന് ഇപ്പോൾ പറയാൻ തോന്നുന്നത് NBC, നമ്മളൊരു ഈ പറഞ്ഞ ഒരു 25-30 കൊല്ലം മുമ്പ് നമുക്കൊരു പെട്ടെന്നൊരു ചില ആഗ്രഹങ്ങൾ ഉണ്ടായെന്നിരിക്കട്ടെ, ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു നല്ല ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് നടപ്പിൽ വന്നുകൊള്ളണം എന്നില്ല. ആ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, 25-30 കൊല്ലം മുമ്പ് നടപ്പിൽ വന്നുകൊള്ളണം എന്നില്ല. അതിന് ചിലപ്പോൾ ചില ദിവസങ്ങൾ എടുക്കുമായിരുന്നു അന്നൊക്കെ. അപ്പോൾ അതുമായിട്ട് നമ്മുടെ ബ്രെയിൻ ഒന്ന് സമരസപ്പെടും. അത് നടക്കാതെയും ഇരിക്കാം എന്നൊരു ചാൻസ് അവിടെ തലച്ചോറ് സ്വയം രൂപപ്പെടുത്തും. നടക്കാതെയും ഇരിക്കാം എന്നൊരു ചാൻസ് അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതങ്ങനെയല്ല. നമുക്കൊരാഗ്രഹം തോന്നിയാൽ, എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ ക്ഷണനേരം കൊണ്ട് നമുക്ക് കിട്ടാനുള്ള ഒരു 15-20 മിനിറ്റ് കൊണ്ട് നേടിയെടുക്കാനുള്ള സൗകര്യം നമ്മുടെ മുമ്പിൽ എത്തപ്പെടുകയാണ്. അത്രയും കാര്യങ്ങൾ ഫാസ്റ്റായി. അതിൻ്റെ അകത്ത് പണം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പണവും നമുക്ക് ക്ഷിപ്രസാധ്യമാണ്. പല കുട്ടികളും പറയുന്നതായിട്ട് അധ്യാപകരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില MLA-മാർ, നമ്മുടെ ഇപ്പോൾ സഭയിലുള്ള ചില MLA-മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ പറയുകയാണ്, ഈ വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങളിങ്ങനെ ഇത്തരം പണി ചെയ്യുന്നുണ്ടെന്നേ, ഈ മയക്കുമരുന്നിൻ്റെ MDMA അടക്കം ഞങ്ങൾ അത്യാവശ്യം ഇത് വേണ്ടവർക്ക് കൊടുത്ത് അതിൻ്റെ ലാഭം വാങ്ങിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഇവന്മാർക്ക്, ഈ പോലീസുകാർക്കും എക്സൈസുകാർക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനൊക്കെ എന്താ ഇത്ര കണ്ണിക്കടി? എന്താ ഇത്? ഞങ്ങൾ വേറൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ പണം ഉണ്ടാക്കാണ്ട് മാർഗമൊന്നും ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ ലാഘവത്വം
ഇത്തരം കാര്യങ്ങളോട് പുലർത്തുന്ന ഒരു മനോഭാവമുണ്ട്. അതിൻ്റെ മറുവശം കൂടെ ഉണ്ട് NBC. അതാണ് പ്രശ്നം. അങ്ങനെ പണം കിട്ടിയില്ലെങ്കിൽ, പണം കിട്ടാത്തപ്പോഴാണ് പിന്നെ അല്ലെങ്കിൽ മറ്റാഗ്രഹങ്ങൾ തോന്നുമ്പോഴാണ് സ്വന്തം മാതാവിനെ, അമ്മയെ വരെ തലക്കടിച്ച് വീഴ്ത്തും, കൊല്ലാൻ ശ്രമിക്കും, കാമുകിയെ കുത്തിക്കൊലപ്പെടുത്തും, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് വികൃതമാക്കും. അങ്ങനെ നിരവധി ക്രൂരതകൾ, അതിനൊന്നും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഉള്ള പ്രവർത്തികൾ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമായിട്ട് ഈ പിന്നെ മനഃശാസ്ത്ര വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് തലച്ചോറിൻ്റെ ഒരു പരിമിതിയായിട്ടാണ്. അത് മുമ്പേ നമ്മൾ പറഞ്ഞ ആ പ്രശ്നത്തിൽ ഒരു സാവകാശമുണ്ട് തലച്ചോറിന്, കിട്ടാതിരിക്കാം. ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് കിട്ടാതിരിക്കാം എന്നൊരു ഓപ്ഷൻ അവിടെ തലച്ചോറിലില്ല. കിട്ടിയേ മതിയാകൂ എന്ന് തന്നെയാണ് ഓപ്ഷൻ. അപ്പോൾ അതിന് കിട്ടിയില്ലെങ്കിൽ എത്രത്തോളം പോകാം, അതിനൊരു എക്സ്റ്റൻ്റ് ഇല്ല. അക്രമത്തിലേക്ക് വരെ വീഴാം. എന്തുമാത്രമല്ല, പലപ്പോഴും വീഴുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നം സമൂഹം പൊതുവിൽ നേരിടുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഗുഡ് പേരൻറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഓതറൈസ്ഡ് പേരൻറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം. ഇതിൻ്റെ അകത്ത് ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയുള്ള മാറിവരുന്ന ലോകത്തിൻ്റെ പുതിയ പ്രവണതകൾ, പുതിയ അഭിരുചികൾ ഒക്കെ നമ്മുടെ കയ്യിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വെർച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, പക്ഷേ പൊതുസമൂഹവുമായി, പുറം ലോകവുമായി നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്റ്റഡാണ്. അങ്ങനെ വെർച്വലി കണക്റ്റഡായിട്ട് മാത്രം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റ് ഫ്രസ്ട്രേഷൻസ് ഈ പറയുന്നതുപോലെ പെട്ടെന്ന് തീർക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ നമ്മൾ തേടുന്നു. ആ ഒരു പ്രശ്നം മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൗൺസിലിങ്ങിൻ്റെയൊക്കെ പ്രാധാന്യം സർക്കാർ തന്നെ കണ്ടതും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കൗൺസിലിംഗ് നടപ്പിലാക്കണമെന്ന് എല്ലാ സ്കൂളിലും തീരുമാനിച്ചിട്ടും 5500 ചില സ്കൂളുകളിൽ നടന്നിട്ടുള്ളൂ. ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ളതുകൂടെ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു നിലയിൽ കൂടെ വരണം കാര്യങ്ങൾ, അത് വളരെ പ്രധാനവുമാണ്. അതെ ജയചന്ദ്രൻ, ഇത് സ്കൂളുകൾക്ക് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. അത് ഓരോ മാസവും ജനവിദ്യാഭ്യാസ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു വിഷയം മുൻനിർത്തി അത് സംയുക്ത യോഗങ്ങൾ പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി വ്യാപകമാക്കണം എന്നൊക്കെ പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അതൊക്കെ വരേണ്ടതാണ്. വസന്ത് സിറിയക്, ഞാൻ താങ്കളിലേക്ക് വരുന്നു. തീർച്ചയായും ഈ വരാൻ പോകുന്ന ദൗത്യം ഭരണയന്ത്രത്തിന് തന്നെയാണ് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. പക്ഷേ അതൊരു സാമൂഹ്യ ദൗത്യം കൂടിയായിരിക്കണം എന്ന് നമ്മളെല്ലാവരും പറയുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിലൂടെ, പോലീസിങ്ങിലൂടെ മാത്രം പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല ഇത്. നമ്മൾ തുടക്കം മുതൽ തന്നെ, വിദ്യാഭ്യാസം മുതൽ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യസിക്കുന്നിടത്ത് മാനവിക ശാസ്ത്രങ്ങൾ വേണ്ട, ശാസ്ത്രം പോലും അതിൻ്റെ അന്വേഷണ തൃഷ്ണയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞ് സാങ്കേതിക വിദ്യ മാത്രമായിട്ട് പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട മൂല്യങ്ങൾ പുറത്ത് മതപഠനത്തിലൂടെയൊക്കെ കിട്ടും എന്ന മട്ടിലാണ് രാജ്യത്തിൻ്റെ പോലും വിദ്യാഭ്യാസ നയം മുന്നോട്ട് പോകുന്നത്. ഇതിനെയൊക്കെ ചെറുക്കുന്ന തരത്തിൽ ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, ഒരു പുതിയ ജീവിത സ്വപ്നത്തിലേക്ക്, പുതിയ മാതൃകകൾ കൊടുത്തുകൊണ്ട്, പുതിയ ലക്ഷ്യങ്ങൾ കൊടുത്തുകൊണ്ട് മലയാളി വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നൊരു ദൗത്യം കൂടിയായി മാറുമ്പോഴല്ലേ ഇത് അതിൻ്റെ സമഗ്രതയിൽ, വിജയ സമ്പൂർണതയിൽ എത്തുകയുള്ളൂ. അഡ്വക്കേറ്റ് വസന്ത്. തീർച്ചയായും ശ്രീ NB, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സാമൂഹ്യപരമായ ഒരു മുന്നൊരുക്കൽ, ഒരു സാരോപദേശം മാത്രം നടത്തിയാൽ ഇതിൻ്റെ അകത്ത് തീരുമാനം ഉണ്ടാവില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ താമരശ്ശേരിയിലെ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ സഹോദരൻ ആക്രമിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വളരെ കൃത്യമായി നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന മൂത്ത സഹോദരൻ അയാൾക്ക് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് നയിക്കുകയാണ് ഇളയ സഹോദരനും കുടുംബവും ചേർന്ന്. ആ ഡി അഡിക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു വന്നതിന് ശേഷം അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പിന്നീട് വീണ്ടും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആരെ ആക്രമിക്കുന്നു, സഹോദരനെ ആക്രമിക്കുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. നോക്കൂ, ഡി അഡിക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സാരോപദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. അത് നടത്തിയ ശേഷം മടങ്ങി വന്നിട്ട് പിന്നീടും അയാൾക്ക് ലഹരി ലഭ്യമാകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ ലഹരി ലഭ്യത കുറയ്ക്കണമെങ്കിൽ ഇതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നേരത്തെ MLA ചോദിച്ചതുപോലെ അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചത്രേ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിനാണോ ആ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചാൽ ആണ്. ധാർമ്മികപരമായ ഉത്തരവാദിത്തം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണ്. അത് രമേശ് ചെന്നിത്തലയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും നാളെ അങ്ങായാലും ഇനി NPC
നാളെ ഈ പറയുന്ന മാധ്യമപ്രവർത്തനം നിർത്തി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അദ്ദേഹത്തിനും ആ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടാവും. സ്വാഭാവികമാണ് ഇതിനെ പിടിച്ചു കെട്ടാനുള്ള കൃത്യമായ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളത് ആഭ്യന്തര വകുപ്പിനാണ്. അതാണല്ലോ ആഭ്യന്തര വകുപ്പിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഡ്യൂട്ടിയാണത്. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യുവജന സംഘടനകളുടെ, രാഷ്ട്രീയ സംഘടനകളുടെ, ലൈബ്രറികളുടെ അല്ലെങ്കിൽ സ്കൂൾ സംവിധാനത്തിന്റെയൊക്കെ ഡ്യൂട്ടി അല്ല അത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മോറൽ സൈഡിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. എന്നാൽ ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ, എക്സൈസിനെ, വിജിലൻസിനെ, ഇന്റലിജൻസിനെ ഒക്കെ സംബന്ധിച്ച് അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഈ ആക്രമിക്കപ്പെടുന്ന കുട്ടികളുടെ ആക്രമിക്കുന്നവന്റെയും ഒക്കെ ടാക്സ് പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നത്. അത് UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും. സ്വാഭാവികമായും ഏത് സർക്കാർ ഭരിച്ചാലും ഇത്തരം കണക്കുകൾ കൂടി വരുന്നെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹം ചോദിച്ച മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട MLA ചോദിച്ച മറ്റൊരു കാര്യം, തിരുവനന്തപുരത്തെ കാര്യമൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. ശ്രീ അങ്ങയോട് ചോദിക്കാനുള്ള മറ്റൊരു സംശയം, എന്റെ ഒരു സംശയം എന്താണെന്ന് അറിയാമോ? തിരുവനന്തപുരത്തെ ആദ്യത്തെ കൊലപാതകം പോലീസിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കുന്നു. പക്ഷേ ആ ലഹരി അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ ലഹരി കിട്ടിയ കണ്ണിയെ കട്ട് ചെയ്യാം. പക്ഷേ എത്രയോ കിലോമീറ്ററുകളാണ് ഈ ആയുധവുമായി കൊലയാളി കടങ്ങി നടന്നത്. എവിടെയാണ് പോലീസിന്റെ ഇന്റലിജൻസ് ഉള്ളത്? റൂറൽ മേഖലയിൽ SP ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തൂടെ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉള്ള തിരുവനന്തപുരത്തൂടെ കൊലയാളിക്ക് ആയുധവുമായി കറങ്ങി നടക്കാൻ, കിലോമീറ്ററുകൾ കറങ്ങി നടക്കാൻ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിവിധ കൊലകൾ നടത്താൻ, ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ സാധിച്ചെങ്കിൽ അതിലൊരു പരാജയമില്ല. എന്റെ നാട് കോട്ടയത്ത് പോലീസുകാരനെ നാഭിക്ക് ചവിട്ടിക്കൊന്നു. ആരാ? ഈ ലഹരിക്ക് അടിമപ്പെട്ട പ്രതി. എന്റെ ഇതേ നാട് കോട്ടയത്ത് ഒരാളെ കൊന്ന് തോളിലിട്ട് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തിട്ടു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് 6 മാസം മുമ്പാണ്. എന്താ സംഭവിക്കുന്നത്? പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് പ്രതിയെ കൊണ്ടുവന്നിട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി പ്രതിപക്ഷം തീർച്ചയായും കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയം പറയരുതെന്ന് ആദ്യത്തെ 2 ഘട്ടത്തിലും ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷേ നിർബന്ധിക്കപ്പെടുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, ഞാനോ ശ്രീ NBCയോ ശ്രീ MJയോ നമുക്ക് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. നാളെ നമ്മുടെ മക്കൾ നമ്മുടെ നേരെ വന്ന് ചോദിക്കില്ലേ, നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാക്കളായിരുന്നല്ലോ, പൊതുപ്രവർത്തകരായിരുന്നല്ലോ, മാധ്യമ പ്രവർത്തകരായിരുന്നല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് മുമ്പിൽ സാമൂഹ്യപരമായ ഇടപെടലുകൾ നടത്താൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. സിനിമയിൽ ഇടപെടൽ ഉണ്ടാവണം. ഈ ആക്രമണങ്ങൾ, വയലൻസുകൾ, ബ്ലഡ് ഷെഡ് കാണിക്കുന്ന സിനിമകളെ നിയന്ത്രിക്കാൻ കേന്ദ്രമടക്കം തയ്യാറാവണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എഴുത്തുകാർ, സാംസ്കാരിക നായകർ കൃത്യമായി ഇടപെടണം. ഇന്ന് ഈ വിഷയമുണ്ടായി, ഇന്നലെ ഇത്രയും കഴിഞ്ഞ ഒരാഴ്ചക്കാലം 2 ആഴ്ചക്കാലമായി ഈ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സാംസ്കാരിക നേതൃത്വം എവിടെയാണ്? ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാണ്, താങ്കളുടെ വികാരങ്ങളെ മാനിക്കുന്നു. ആ കാര്യം ക്ലിയർ ആണ്, അതിൽ ആരും തർക്കിക്കാൻ വഴിയില്ല. വസന്ത് സിറിയക്, KV സുമേഷ്, ചർച്ചയ്ക്ക് ഇനി ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരികയാണ് അവസാനമായി. ഉത്തരവാദിത്വമുണ്ട്, ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. മറ്റുള്ളവർക്കൊക്കെ അതിൽ ഒരു പങ്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് പ്രതിപക്ഷത്ത് നിന്ന് വസന്ത് സിറിയക് ഉറപ്പിച്ച് തന്നെ പറയുന്നു. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല, പരാജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒരു ചോദ്യം. അതോടെ ഈ ചർച്ച സമാപിപ്പിക്കുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്, മറ്റൊരു കേരള ബദൽ ഇക്കാര്യം നേരിടുന്നതിലും കൂടി നമ്മൾ സൃഷ്ടിക്കുമോ? അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കളുടെ മുന്നണിക്ക്, താങ്കളുടെ രാഷ്ട്രീയ കക്ഷിക്ക്, അതിൻ്റെ നേതൃത്വത്തിന് കഴിയുമോ? ബഹുമാനപ്പെട്ട NPC, നമ്മുടെ അഡ്വക്കേറ്റ് വസന്ത് സിറിയക് എത്ര അബദ്ധജടിലായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ അവസാനം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങളാരും ആദ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇടയിലൂടെ അദ്ദേഹം ഗവൺമെൻറ്റിനെ, ഇത് തന്നെയാണ് ഇന്ന് സഭയിൽ ആദ്യത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. പിന്നീടുള്ള MK മുനീർ ഉൾപ്പെടെ എല്ലാവരും സ്വീകരിച്ച സമീപനം എന്താ? ഇവിടെ പോലീസിങ് എന്ന് പറയുന്നത് ഏത് കേരളം വേണ്ട, ഇന്ത്യയിലോ ലോകത്ത് എവിടെയോ പോലീസുകാർ മാത്രം വിചാരിച്ചാൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഭയങ്കര വിചിത്രമായ കണ്ടെത്തലാണല്ലോ അത്. ലോക്കപ്പ് കൊലപാതകം ഏറ്റവും കൂടുതൽ നടന്നത് ബഹുമാന്യനായ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ. ലോക്കപ്പ് കൊലപാതകം എവിടെയാണ് നടക്കുന്നത്? പോലീസ് സ്റ്റേഷനുള്ളിലല്ലേ. എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളല്ലേ. എന്ന് പറഞ്ഞാൽ പോലീസിനെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി LDF ഗവൺമെൻറ് ആ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആ പോലീസ് ശക്തമായിട്ട് കേരളത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം കേസുകൾ പിടിക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം സാധാരണ നിലയിൽ ഒരു സമൂഹത്തിൽ ഒരാൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഉണ്ടായപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തത്, പോലീസ് എന്താ ചെയ്തത്?
വളരെ ശക്തമായ നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടൊരു ദുരാരോപണമാണ്. നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ കേരളത്തിലെ പോലീസ് ഒരു ഘട്ടത്തിലും ഇതിനോടെല്ലാം നിസ്സംഗമായ സമീപനം സ്വീകരിച്ചിട്ടേയില്ല. രണ്ടാമത്തെ അങ്ങ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത് നിങ്ങൾ NPC ചൈനയുടെ ഒരു ഉദാഹരണമൊക്കെ പറയേണ്ടത്, കേരളത്തിലൊരു വലിയ പൊളിറ്റിക്കൽ സംവിധാനമായിട്ട് മാറാൻ പോവാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കേരളം ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നാം അതീവ ഗൗരവത്തോടെ ഉണ്ടാവുന്ന സംഭവങ്ങളെയാണ് നാം സൂക്ഷ്മമായിട്ട് പഠിക്കുന്നത്. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടതായ ചില സംഭവങ്ങൾ, താമരശ്ശേരി ഉണ്ടായി, തിരുവനന്തപുരത്തുണ്ടായി, അങ്ങനെ അല്ലാത്തൊരുപാട് കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുന്ന കാര്യങ്ങളുടെ ജീവിതത്തോടുള്ള ഒരു ആഭിമുഖ്യം, സമീപനം, രീതി, ഇതിലെല്ലാം പുതിയ തലമുറ വലിയ നിലയിൽ അനഭിലഷണീയമായ ചില പ്രവണതകളിലേക്ക് പോകുന്നു. ഒരു വലിയ കൂട്ടായ്മയോടുകൂടി ഇപ്പോൾ ഗോവിന്ദമാഷ് എന്ന് സംസാരിച്ചു, CPIM അതിനെതിരെ ശക്തമായി അതിൻ്റെ മെമ്പർഷിപ്പ് ഒതുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്തരം അസാൻമാർഗിക ലഹരിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ഇടപെടലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്നത്. ഒന്ന്, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും സാമുദായിക സംഘടനകളും ഒപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്ര മേഖലയിലുള്ളവരും ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് അതിശക്തമായ മൂവ്മെൻറ്റിലേക്കാണ് പോകാൻ വന്നത്. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും എല്ലാവരും യോജിച്ചുകൊണ്ട് കേരളം എന്ന നാടിനെ ഈ രാസലഹരി മാഫിയയിൽ നിന്ന്, മറ്റ് ലഹരി മാഫിയയിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ ഒരു ദൗത്യം, ആ ദൗത്യത്തിൽ മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു ദൗത്യമാണ് വരാൻ പോകുന്നത്. നമ്മളതിൽ വിജയിക്കും. അതിൽ എല്ലാവരും യോജിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നന്ദി സുമേഷ്. ഒപ്പം തന്നെ വസന്ത് സിറിയക് ജയചന്ദ്രൻ. ഏതായാലും കേരളം ഒരു ദൗത്യത്തിലേക്ക് പോവുകയാണ്. കുട്ടികളിൽ കുറ്റവാസന അത് പറിച്ചു നീക്കാനുള്ള ദൗത്യത്തിൽ മാറുന്ന മൂല്യങ്ങൾക്കെതിരെയും മാറുന്ന സംസ്കാരത്തിനെതിരെയും ഉള്ള ഒരു സമരമാണിത്. നന്മയും കനിവും ഉള്ള ഒരു തലമുറയെ, ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ കൂടിയുള്ള സമരം ആണിത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.